ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലവനായ ദൈവത്തെ ദുഷിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കാറുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവം നല്ലവനാണ്, അതിന് സംശയമൊന്നുമില്ല. ഈ ദൈവത്തെ നമുക്ക് അറിഞ്ഞ് ജീവിക്കാം. അങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്വർഗം. യോഹന്നാന്റെ സുവിശേഷം 17:3 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ അനുഭവിച്ച വ്യക്തികളായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും. ദൈവത്തെ അറിയാത്തവരായി ജീവിക്കാൻ പറ്റും. അതാണ് അജ്ഞത. ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത ആ ഒരു ജീവിതം. ഹോശേയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞത നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്, നരകത്തിലേക്ക് നയിക്കുന്നതാണ്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തെ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. ആ ദൈവത്തെ തെറ്റിദ്ധരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഷിക്കുന്നവരായിട്ട് മാറും. ദൈവദൂഷണം മാരകമായ പാവമാണ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൽ സെന്നക്കെരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവദൂഷണം നടത്തിയവൻ. ഇനി അവന് സംഭവിച്ചത് അവൻ്റെ തന്നെ മക്കളിൽ ഒരാൾ വന്ന് അവൻ്റെ തലവെട്ടി മാറ്റി. 2 മക്കബായർ 15-ാം അധ്യായത്തിൽ നിക്കാനോർ ദൈവദൂഷണം നടത്തിയവൻ. ഇനി അവൻ്റെ ദൈവത്തിനെതിരെ ഉയർത്തിയ കരങ്ങളും ദൈവത്തിനെതിരെ സംസാരിച്ച നാവും അവർ വെട്ടിമാറ്റി, തലയും വെട്ടിമാറ്റി. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള ഒരു പാപമാണ് ദൈവദൂഷണം. ദൈവത്തെ നമ്മൾ ഒരു കാരണവശാലും ദുഷിച്ച് സംസാരിക്കരുത്. മനുഷ്യർക്കേ ദുഷിക്കാൻ പറ്റത്തുള്ളൂ, ദൈവം ദുഷിക്കത്തില്ല. ദൈവം നല്ലവനാണ്, ദൈവം നന്മയാണ്. ആ ദൈവത്തെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് പലപ്പോഴും ആ ദൈവത്തെ നമ്മൾ ദുഷിച്ചു പോകുന്നത്. നമുക്ക് അതിനൊരു 6-7 പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്താം. മനുഷ്യൻ ദൈവത്തെ ദുഷിക്കാനുള്ള കാരണം. 1, വെട്ടിയൊരുക്കുന്ന ദൈവത്തെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോഴാണ് ആ ദൈവത്തെ നമ്മൾ ദുഷിച്ചു പോകുന്നത്. യോഹന്നാൻ 15:2 പറഞ്ഞിട്ടുണ്ട്, ഫലങ്ങൾ കായ്ക്കുന്നതിനെ അവിടുന്ന് വെട്ടിയൊരുക്കും, അത് കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടിയാണ്. ഫലമില്ലാത്തതിനെ വെട്ടിമാറ്റുന്നതും വെട്ടിയൊരുക്കുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിന് നിരക്കാത്ത ചില മന്ത്രവാദം, കൂടോത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഞാൻ നിങ്ങളെ സ്വജനത്തിൽ നിന്നും വെട്ടിമാറ്റും. അത് അപകടകരമാണ്. ലേവ്യരുടെ പുസ്തകം 20-ന്റെ 6-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. പക്ഷേ വെട്ടിയൊരുക്കുന്നത് വെട്ടിമാറ്റുന്നതായിട്ട് കാണരുത്. വെട്ടിയൊരുക്കുന്നത് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. തിരിച്ചറിയാതിരുന്നാൽ ആ ദൈവത്തെ നമ്മൾ ദുഷിക്കും. രണ്ടാമത്തേത്, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ശുദ്ധീകരണം എന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. പ്രഭാഷകൻ 2:5 പറഞ്ഞിട്ടുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ ശുദ്ധീകരിക്കപ്പെടും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, പരീക്ഷിക്കുന്ന ദൈവത്തെ തെറ്റിദ്ധരിക്കാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കും. നമുക്ക് കാണാൻ സാധിക്കും 1 പത്രോസ് 4:12, അഗ്നിപരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പരിഭ്രമിക്കരുത്, നിങ്ങൾ അസ്വസ്ഥരാകരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അഗ്നിപരീക്ഷണം. ലൂക്കാ 22:46 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയില്ലാത്തവരാണ് പരീക്ഷണം വരുമ്പോൾ പരാജയപ്പെടുന്നതും ദൈവത്തെ ദുഷിക്കുന്നതും. നാലാമത്തേതാണ് പ്രലോഭനം അനുവദിക്കുന്ന ദൈവത്തെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വിശുദ്ധ കാതറിൻ ഓഫ് സിയന്ന അവർക്കിങ്ങനെ കുറേ പ്രലോഭനങ്ങളൊക്കെ വന്നപ്പോൾ അതിനുശേഷം യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? എന്താ, ഞാൻ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയെ, എന്തെല്ലാം പ്രലോഭനങ്ങൾ, ആ പ്രലോഭന വേളയിൽ നിനക്ക് എന്താ തോന്നിയെന്ന് യേശു ചോദിച്ചു. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. കർത്താവ് പറഞ്ഞത്, ആരാണ് ആ ലജ്ജ നിനക്ക് തന്നത്? അത് ഞാനാണ് നിനക്ക് തന്നത്. പിന്നെന്തുകൊണ്ടാണ് നീ എവിടെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചത്? പ്രലോഭനങ്ങൾ അത് ഉണ്ടാകുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. അതിനെ കീഴ്പ്പെടാതെ അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം. അതിനാണ് നമുക്ക് പ്രാർത്ഥനയും വിശ്വാസവും ദൈവാശ്രയത്വവും ദൈവകൃപയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. 5-ാമത്തെ കാര്യമാണ്, പ്രഹരിക്കുന്ന ദൈവത്തെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളാരും ഇഷ്ടപ്പെടുന്നതല്ല ദൈവം നമ്മളെ അടിക്കുക എന്നുള്ളത്. സുഭാഷിതങ്ങൾ 20:30 വായിച്ചാൽ, മുറിപ്പെടുത്തുന്ന താഠന ദുശീലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും. അതിനകത്തൊരു നന്മയുണ്ടെന്ന്. 6-ാമത്തേതാണ്, ശിക്ഷണം നൽകുന്ന ദൈവം. ശിക്ഷണം എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹെബ്രായ ലേഖനം 12:7 മുതൽ വായിച്ചാൽ, നിങ്ങൾ ജാരസന്തതികളാകാതിരിക്കാനാണ് കർത്താവ് ശിക്ഷണം നൽകുന്നത്. അല്ലെങ്കിൽ ബാസ്റ്റാർഡ്, നമ്മളങ്ങനെ വിളിക്കപ്പെടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ? അതാകാതിരിക്കാനാണ്, ദൈവത്തിൻ്റെ മക്കളാകേണ്ടതിനാണ് ശിക്ഷണം അവിടുന്ന് നൽകുന്നത്. അവസാനത്തേതാണ്, നമ്മളെ ചിലപ്പോൾ ദൈവം കൂച്ചിക്കെട്ടിയെന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തെ ദുഷിച്ച് സംസാരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എസെക്കിയേൽ 4-ാം അധ്യായം വായിച്ചാൽ അവിടെ കാണുന്നുണ്ട്,
പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യം, നിന്നെ ഞാൻ കൂച്ചിക്കെട്ടി കടത്തും. ആദ്യം നീ ഇടത്തോട് തിരിഞ്ഞു കിടക്കണം. അതെത്രയാ? 390 ദിവസം. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപം നിൻ്റെ മേൽ ഞാൻ ചുമത്തും. അതിനുശേഷം നീ വലതോട് തിരിഞ്ഞു കിടക്കണം. 40 ദിവസം നീ ആ രീതിയിൽ കിടക്കണം. യൂദാ ഭവനത്തിൻ്റെ പാപം ഞാൻ നിൻ്റെ മേൽ ചുമത്തും. അപ്പോഴേക്ക് ആ യൂദായുടെ അതുപോലെ തന്നെ ജെറൂസലേമിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് പ്രവാചകന് ചെയ്യേണ്ടി വന്ന ഒരു കാര്യം. ഇതെല്ലാം നമ്മുടെയും ലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ദുഷിക്കത്തില്ല. ഈ ഒരു അറിവ് കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.